വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. സാധാരണ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒരു പ്ലാനൊക്കെ ഉണ്ടാവേ. ഇന്നിപ്പോൾ പ്ലാനെല്ലാം തെറ്റിയിരിക്കുകയാണ്. രണ്ടും കെട്ട പരുവത്തിന് നിന്നാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് രണ്ടും കെട്ട പരുവത്തിന് എടുക്കേണ്ടി വരുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല കേട്ടോ. കാരണം രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഓരോരുത്തർ നല്ല പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് അടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. മരുന്ന് നോക്കിയപ്പോൾ മരുന്ന് കുറവും. അങ്ങനെ ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച്. അപ്പോൾ ധന്യയും കണ്ണണ്ണനും കൂടെ ഷോപ്പിലോട്ട് വരും. വെങ്ങേറമ്പൂട് വെച്ചാണല്ലോ മേക്കപ്പ് ഉള്ളത്. അപ്പോൾ കണ്ണണ്ണൻ്റെ കൊടുത്തയക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇനി അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റാവും, ഷോപ്പ് തുറക്കാൻ ലേറ്റാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് ദാഹിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നേ. ചായ ഞാൻ ഒരു വിത്തൗട്ട് ചായ ലൈറ്റായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോഴത്തേക്ക് തന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ചായ കുടി ഞാൻ പതിവൊന്നും അല്ല, എൻ്റെ രീതി ഞാൻ തന്നെ മാറ്റിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ ചായ കുടിക്കാൻ കാരണം മേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാവും. ഞാൻ വിശന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അതിനേക്കാളും പണിയാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂറത്തേക്ക് നമുക്ക് പിന്നെ തിരിഞ്ഞും ഒന്നും നോക്കണ്ട. അതുകൊണ്ടാണ് രാവിലെ ചായ കുടിച്ചത്. അല്ലാതെ ഇപ്പോൾ ചായ കുടിയൊന്നുമില്ല. എൻ്റെ റൊട്ടീൻ ഞാൻ തന്നെ മാറ്റി. നിങ്ങൾക്ക് 1-2 വീഡിയോസിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ശരിക്കും ചായപ്രാന്തുള്ള ഒരു വ്യക്തിയായിരുന്നേ. ഇപ്പം ഞാൻ ചായയൊക്കെ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറായിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ കുടിക്കുന്നത്. വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ആയിപ്പോവും. കാരണം ചായ കുടിക്കുമ്പം എന്താ പറയുക, നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയുന്ന കണക്ക് തോന്നി. അപ്പം വർക്കിന് പോകുമ്പം ഒരു രക്ഷയില്ല, ചായ കുടിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ വർക്കിനൊക്കെ പോകുമ്പോഴാണ് ഡയറ്റ് പ്ലാൻ ഒന്നും നടക്കാതെ. നമ്മുടെ ഇഷ്ടത്തിന് ആരെങ്കിലും കൊണ്ടുവന്ന് ഫുഡ് വെച്ചിരിക്കുമോ? ഇല്ല. നമ്മളെ വീട്ടിലാണെങ്കിൽ പിന്നെയും നമുക്ക് കണ്ടും അറിഞ്ഞുമൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ നിന്നുള്ള ഫുഡൊക്കെ അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ബ്രൈഡ് വന്നത് കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് കേട്ടോ. പക്ഷേ നമ്മളൊരു 1 മണിക്കൂർ മുന്നേ വർക്ക് തീർത്തു. ഞാനൊക്കെ ഒരു വർക്ക് എടുക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, കറക്റ്റ് ടൈമിന് തന്നെ കസ്റ്റമർ വരിക. പിന്നെ ഇതിനിടയ്ക്ക് കറണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ കറണ്ട് പോകരുത് എന്നും പ്രാർത്ഥിക്കും കേട്ടോ. കാരണം ഇത് രണ്ടും തെറ്റിയാൽ നമ്മളെ ടൈം ടേബിൾ ഫുള്ള് അങ്ങ് തെറ്റും. അതുകൊണ്ട് ഏത് വർക്ക് എടുത്താലും മാക്സിമം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അതാണ് കേട്ടോ. പിന്നെ വർക്കെല്ലാം കഴിഞ്ഞു. നമ്മൾ പോയി കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ ചപ്പാത്തിയാണ് കഴിച്ചത്. ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് കഴിച്ചത് കേട്ടോ. മുട്ട ഡെയിലി കഴിക്കുന്നത് ഇത്രയും നല്ലതാണെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. കാരണം ജിമ്മിലൊക്കെ ജോയിൻ ചെയ്ത് ട്രെയിനർ എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് മുട്ട ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങൾ ഡെയിലി 2 മുട്ടയെങ്കിലും കഴിക്കണം കേട്ടോ. അതെന്തായാലും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ വരുന്ന വഴിക്കും വസൂട്ടന് ഇനിയിപ്പോൾ പനിയാണ്, അവന് ഇഷ്ടമുള്ള സാധനങ്ങളെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ നിർബന്ധിച്ച് എന്ത് ഫുഡ് കൊടുത്താലും അവനത് കഴിക്കത്തില്ല. അതിപ്പം വായിക്ക് രുചി കിട്ടത്തില്ല, പനിയൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ വസൂട്ടന് ഞാൻ ക്രീം ബണ്ണ് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ട് ചെന്നപ്പോഴത്തേക്കും വസൂട്ട് ഉറക്കം വരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണേ. വസൂട്ട് നല്ല ഉറക്കം വരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഞാൻ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കുമല്ലോ, നല്ല ലാഭത്തിന് കിട്ടും. പക്ഷെ നല്ല ലാഭത്തിന് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ, പൈസയിലുള്ള ലാഭം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചെത്തി വരുമ്പോഴത്തേക്കും ഇച്ചിരി അകത്ത് കേടൊക്കെ കാണും കേട്ടോ. ഇതിലും നല്ല രീതിയിൽ പഴുത്ത് പോയതിൻ്റെ കേടാണോ എന്താണെന്ന് അറിയത്തില്ല, അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാനൊരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് 2 എണ്ണം 100 രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ. കുഴപ്പമില്ല. സാധാരണ ഒരെണ്ണം 50 60 രൂപയ്ക്കാണ് വാങ്ങുന്നത്. 50 അല്ല 60 70 രൂപയ്ക്ക് വരെ വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിപ്പം വലിയ സൈസാണെങ്കിൽ 2 പൈനാപ്പിൾ അവർ 100 രൂപയ്ക്ക് തരാമെന്നാണ് പറഞ്ഞത്. ചെറിയ സൈസാണെങ്കിൽ 3 എണ്ണം 100 രൂപയ്ക്കും തരാമെന്ന് പറയും. ഞാൻ 2 എണ്ണം 100 രൂപയ്ക്കുള്ളതാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ എപ്പോഴും ഇടവേളയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കണം. അതും പോസിബിൾ അല്ല. ഡയറ്റ് എടുത്തതിന് ശേഷം ഇത്രയും ചിലവാണെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ. അത്യാവശ്യം നല്ല ചിലവാണ്. നമ്മൾ ഒരു ജിമ്മിന് പോയിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റിനേക്കാളും
എന്താണ് നമുക്ക് അധികം വേണം. നമ്മൾ ഒരു മാസത്തെ ഡയറ്റ് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോട്ടീൻ പൗഡർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ കടല വേവിച്ചത്, പയർ വേവിച്ചത്, മുട്ട, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഗോതമ്പ്, ചപ്പാത്തി, സത്യം പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഏത് പാക്കറ്റ് എടുത്താലും ഇപ്പം പാക്കറ്റിലൊക്കെ കാണുമല്ലോ, ലേബലിൽ കാണുമല്ലോ, അപ്പോൾ അതിൽ ഞാൻ കാർബോഹൈഡ്രേറ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കും. ഇപ്പം അങ്ങനെയാണ് പാക്കറ്റ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇപ്പം എന്താ പറയുക, നമ്മുടെ സേമിയ ആണെങ്കിലും സേമിയ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെ വേറെ ചില സംഭവങ്ങളുണ്ടല്ലോ, റവ, എല്ലാത്തിലും ഞാൻ നോക്കും കേട്ടോ. നോക്കാത്തതൊട്ടൊന്നുമില്ല. ചപ്പാത്തിയിൽ ഇത്രയും കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഞാനും വസൂട്ടനും കൂടെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴാണ് ഒരു ചേട്ടൻ കേട്ടോ വന്നിട്ട് കറിവേപ്പില വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ കറിവേപ്പില എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എന്തിനും കറിവേപ്പില വേണം കേട്ടോ. അങ്ങനെ പിന്നെ കറിവേപ്പില എവിടെയോ കറിവേപ്പിലയുടെ മരം ഒടിച്ചപ്പോഴത്തേക്കും നമുക്ക് തന്നതാണ്. അപ്പോൾ ആ കറിവേപ്പില കൊണ്ടുവന്ന് ഞാനിങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കി ടിന്നിലാക്കി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വസൂട്ടന് പനി ഉണ്ടെങ്കിലും ഇച്ചിരി കണ്ണൊക്കെ തുറക്കാൻ പറ്റും, നടക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരിടത്ത് ഇരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കും. എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നറിയാമോ, പനി കൂടുമ്പോൾ ഒരിടത്ത് മൂലയ്ക്കിരിക്കും. ഇതാണ് മോരട്ടൻ്റെ അവസ്ഥ കേട്ടോ. ഇന്നിപ്പോൾ ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പിറകെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്നെ ഇടം വലം തിരിയാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. അമ്മ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറയുകയാണ്, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ചാടാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട, അവൻ നിന്നെ വിടത്തില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാനിന്ന് ലീവാണ്, വസുവിന് പനിയല്ലേ, ഞാനിന്ന് ലീവാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് കേട്ടോ. പിന്നെ തലേ ദിവസത്തെ മീനുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ ഇന്നിപ്പോൾ മീൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ മീൻ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ആ മീൻ ഈ CD മീൻ എന്നൊക്കെ പറയില്ല, ഒരുപാട് പേര് അതിനുണ്ട്. അപ്പോൾ ആ ഒരു മീൻ എടുത്ത് കുറച്ച് പൊരിക്കാൻ വെച്ചു. ഞങ്ങൾക്ക് ഓയിലൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. അത് പറഞ്ഞു തരാം. പിന്നെ രാവിലെ പയർ അവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുമല്ലോ എൻ്റെ പ്രോട്ടീൻ ഫുഡൊക്കെ ഇപ്പോൾ ഇതാണ്. അപ്പോൾ രാവിലെ ചോറ് വെച്ചപ്പോൾ അമ്മ ഇത്തിരി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വസൂട്ടന് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പയർ മാറ്റി വെച്ചിട്ട് വസൂട്ടിന് കുറച്ച് പയറും ചോറും കൂടെ ഇട്ട് ഒന്ന് കുക്കറിൽ അടിച്ച് കഞ്ഞിയാക്കി എടുത്തു കേട്ടോ. കാരണം ഇത് കഴിക്കാൻ വലിയ പാടാണ്. വസൂട്ടിന് കഞ്ഞി കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് ഈ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഈ പയറും അരിയും റേഷനരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും കിട്ടിയ ഒരു കഞ്ഞി ഉണ്ടല്ലോ. പക്ഷേ അതേപോലെ എപ്പോൾ ഉണ്ടാക്കിയാലും വരത്തില്ല. എനിക്കൊന്നും അത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും അത്രയും ടേസ്റ്റ് വരണത്. ഞാൻ എത്ര വട്ടം ശ്രമിച്ചെന്ന് പറയാമോ, ഒരു രക്ഷയില്ല, എനിക്ക് ആ ഒരു ടേസ്റ്റേ കിട്ടുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ രീതിയിൽ അമ്മ ഫ്രൈ ചെയ്തെടുത്തത്. ഫ്രൈ മീൻസ് ഒന്ന് എന്താ പറയുക, പൊള്ളിച്ചെടുത്തത് കേട്ടോ. അരപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ നമ്മൾ ആ വിറകടുപ്പിൽ വെച്ച് ചുട്ടെടുത്തതാണ്. എൻ്റെ പൊന്നെ, ഒട്ടാറ് ടേസ്റ്റാണ്. പിന്നെ മനസമാധാനത്തോടെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. നോ ഓയിലാണ്, ഒരു ശക്കലം പോലും ഓയിൽ ചേർത്തിട്ടില്ല. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചിക്കനോ അല്ലെങ്കിൽ പറയും പോലെ മീനോ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് കഷ്ടപ്പാട് പെടണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, 1 മണിയല്ല, ഇന്ന് ഫുള്ള് മഴയായിരുന്നു കേട്ടോ, വെളിയിൽ നല്ല മഴ. അപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ചോറെടുത്തു. ബസുമതി റൈസാണ് എടുത്തത്. ഇതിൽ 0 കലോറിയും നമ്മൾ സാധാ ചോറ് കഴിക്കുന്നതിൻ്റെ അത്ര ഉള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അതും സാമ്പാറും മീൻ ചുട്ടെടുത്തതുമാണ് കഴിച്ചത്. എന്നിട്ട് കിടന്നുറങ്ങി ഞാനും വസൂട്ടനും. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ എണീറ്റ്. അപ്പോൾ വസൂട്ടിന് വിശക്കുന്ന സമയമൊക്കെ ആവാറായി. കഞ്ഞി കുറച്ചേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാനേ പറ്റിയിരുന്നില്ല. അല്ല, സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പനി ആയതുകൊണ്ട് ഒരു വക കഴിക്കത്തില്ല. അപ്പോൾ പാസ്ത നമ്മളിപ്പോൾ എത്ര പനിയാണെന്നുണ്ടെങ്കിലും ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ പനിയൊക്കെ ഒന്ന് കുറയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പാസ്ത ഉണ്ടാക്കി. എൻ്റെ ഒരു സ്റ്റൈലിൽ കാട്ടിക്കൂട്ട് പാസ്തയാണ്. പക്ഷേ വസുവിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ചധികം നാളായി. അപ്പം ഞാൻ വിചാരിച്ച് അവന് ഇഷ്ടമല്ലേ ഇരിക്കും എന്ന് കരുതി വെറുതെ ഉണ്ടാക്കിയതാണ് കേട്ടോ.
പക്ഷെ അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ ടൊമാറ്റോ സോസ് ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ വൈകുന്നേരം ആയപ്പം എനിക്കും ഞം അടിക്കാനുള്ള സമയമായി, വിശക്കാൻ തുടങ്ങി. ഞാൻ ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയ രീതിയിലാണ് ഞാൻ ചോറെടുത്തത്, കാരണം ജ്യൂസൊക്കെ കുടിച്ചതുകൊണ്ടും ഒക്കെ ഞാൻ ചെറിയ രീതിയിലാണ് ചോറെടുത്തത് കേട്ടോ. പക്ഷെ വൈകുന്നേരം ആയപ്പം ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റായി, എനിക്ക് നല്ല രീതിയിൽ വിശപ്പായി. അപ്പം മുട്ട അവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മുട്ട ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഇത്രയ്ക്കും മുട്ട വാങ്ങിച്ചിട്ടുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മുട്ട. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും ഡെയിലി ഒരു മുട്ട വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല, കൊടുക്കണം. എല്ലാവരും 2 മുട്ട വെച്ചെങ്കിലും മിനിമം കഴിച്ചിരിക്കണം. അതിലിപ്പോൾ മഞ്ഞ ഞാൻ അവോയ്ഡ് ചെയ്താണ് കഴിക്കുന്നത്, കാരണം എനിക്ക് മുഖക്കുരു വരും. കപ്പലണ്ടി കഴിച്ചാലും മുഖക്കുരു വരും, മഞ്ഞ കഴിച്ചാലും മുഖക്കുരു വരും. അതുകൊണ്ട് മഞ്ഞ ഞാൻ അവോയ്ഡ് ചെയ്യും. പിന്നെ ട്രെയിനറും പറഞ്ഞു മഞ്ഞ കഴിക്കണ്ട, ഒരു മഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു, അതിന് പ്രോബ്ലം ഇല്ലയെന്ന്. പിന്നെ മുട്ട കഴിച്ച് ഞാൻ വെറുത്ത് പോണു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിക്കുമ്പം കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ട് കഴിക്കും, അല്ലെങ്കിൽ മീൻകറി വരെ വെച്ച് കഴിക്കും കേട്ടോ. ഇന്നാളൊരു ദിവസം ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂവിലും ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ ഓറഞ്ച് അകത്ത് വെച്ച് മുട്ട കഴിക്കുന്നെന്ന്. കാരണം അതങ്ങനെയാണ് അവസ്ഥ കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട കഴിക്കും. പിന്നെ വൈകുന്നേരം അല്ല, ഒരു 7-7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ സലാഡ് ഉണ്ടാക്കി. ഞാൻ യോഗർട്ട് വാങ്ങിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിന്നാണ് തീർന്നത് കേട്ടോ. അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കി കഴിച്ചേ. പിന്നീടാണ് ഓർത്തത് എൻ്റെ സ്കൂട്ടി വെളിയിലിരിക്കുകയാണെന്ന്. അപ്പോൾ മഴ കംപ്ലീറ്റ് ഇവൻ നനഞ്ഞിട്ടുണ്ട്. സാധാരണ ഞാൻ ഇപ്പോൾ ലീവ് എടുത്താലും എനിക്ക് പുറത്തോട്ട് പോവേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇനി വണ്ടി അകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറക്കണ്ടേ, ഭയങ്കര പാടല്ലേ. അപ്പോൾ സ്കൂട്ടി വെളിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ എന്ത് ചെയ്തത്, അകത്തോട്ട് കയറിയത്. കംപ്ലീറ്റ് മഴയും നനഞ്ഞ്. രാത്രി ആയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ സ്കൂട്ടി വെളിയിരിക്കയില്ലേ, ആരെങ്കിലും താങ്ങിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ ഓടിപ്പോയി സ്കൂട്ടിയൊക്കെ എടുത്ത് അകത്ത് വെച്ച് കേട്ടോ. അപ്പോൾ വസൂട്ടം ബഹളം തുടങ്ങി, എനിക്ക് ഉറങ്ങണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഉറങ്ങാൻ പോയാൽ സ്കൂട്ടി ഒന്ന് വെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാടി വന്നത് കേട്ടോ. നല്ല മഴയാണ്, പതുക്കെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നട്ടല് വരെ പോണ അവസ്ഥയാണ് കേട്ടോ. ഇവിടെ അത്രയും പായൽ പിടിച്ച് കിടക്കുന്നതാണ്. സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോയാൽ. അന്ന് തെന്നിപ്പോയിട്ടുള്ള സമയവും ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പം 6 മണിക്കൂർ ഇടവിട്ടാണ് മോനുട്ടന് പനീര മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ഡോസ് കൊടുക്കുകയാണ് കേട്ടോ. അഥവാ രാത്രി നല്ല രീതിയിൽ പനി ആയാലോ എന്ന്, ചൂട് വരുന്ന സമയം വരെ ഇത് നിൽക്കത്തില്ല. 6 മണിക്കൂർ ഇടവിട്ട് 2 ദിവസത്തേക്ക്, പനി വന്നു കഴിഞ്ഞാൽ 2 ദിവസം നമ്മൾ കൊടുക്കും കേട്ടോ. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എടുത്തപ്പോൾ ഒരു പൈനാപ്പിളും കൂടെ ഉണ്ടായിരുന്നു. അത് ഇനി വച്ചിരുന്ന് കഴിഞ്ഞാൽ അത് കേടായി പോവും, കാരണം ഓരോ സൈഡായിട്ട് കേടായി വരെയാണ്. അതുകൊണ്ട് പിന്നെ ജ്യൂസും കൂടെ അടിച്ചു. സത്യം പറഞ്ഞാൽ ഈ ജ്യൂസിൻ്റെ ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഹാഫ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഫുൾ ഗ്ലാസ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വയറ് വീർത്തായിരുന്നേ. കാരണം വിശപ്പ് ഉണ്ടായിരുന്നു, അത് വൈകുന്നേരം സമയമായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങ് സാലഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും അതങ്ങ് ഫില്ലായതായിരുന്നു. പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുടിച്ചു കേട്ടോ. ഈ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുടിക്കുന്നതാണ് അമിതമായിട്ടുള്ള വണ്ണം വയ്ക്കുന്നത്. പണ്ടെല്ലാം കുഞ്ഞ് ബാക്കി വെച്ചത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ബാക്കി വെച്ചത്, അല്ലെങ്കിൽ അധികം ഇരിക്കുന്ന കറി, ഇതിന് കളയണ്ടേ, നമ്മൾ കഷ്ടപ്പെട്ട് വെച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓരോ സംഭവവും കണ്ണുടച്ചങ്ങ് തിന്നും. അതിലൊക്കെയാണ് നമുക്ക് ഈ അമിതവണ്ണം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് വസൂട്ട ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്ന് ബഹളം വയ്ക്കുകയെന്ന്, വാ അമ്മ ഉറങ്ങാൻ പോവുക എന്നും പറഞ്ഞ്. ഇപ്പോൾ എനിക്ക് ഡയറ്റൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, പക്ഷേ എനിക്ക് വെയിറ്റ് ലോസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡെന്ന് പറയുന്നത് 7 മണിക്ക് കറക്റ്റ് ഒരു 7 മണിയാകുമ്പം കഴിക്കുക. പിന്നെ ഒന്നും കഴിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വെയിറ്റ് കുറഞ്ഞോളും. കാരണം അത്രയും മണിക്കൂർ നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, പിറ്റേ ദിവസമാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറയും കേട്ടോ. പക്ഷേ എല്ലാം അറിയാമെങ്കിൽ ഞാൻ ചില സമയത്ത് തലതിരിച്ചായിരിക്കും കാണിക്കുന്നത്. അതൊരിക്കലും ഒരു അഹങ്കാരം കൊണ്ടല്ല കേട്ടോ. എനിക്ക് ചിലപ്പോൾ സമയം കിട്ടുന്നത് അപ്പോഴായിരിക്കും. പിന്നെ ഞാൻ എത്രയൊക്കെ വിചാരിച്ചാലും എനിക്ക് അങ്ങനെ ഒരു 7 മണിക്ക് കഴിക്കുക അങ്ങനത്തെ ഒരു ടൈം കിട്ടാറില്ല. കാരണം ഞാൻ ഷോപ്പൊക്കെ അടച്ച് വരുമ്പോൾ 8 മണിയാവും, ചിലപ്പോൾ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ 9 മണിയാവും, ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ 9:30 മണിയാവും. മാക്സിമം നേരത്തെ ആക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. അങ്ങനെ മോനുട്ടന്
ചെറിയ ചൂടുണ്ട്, ഭയങ്കര ചൂടെന്ന് പറയാനൊന്നുമില്ല, പക്ഷെ ചെറിയ ചൂടുണ്ട്. എനിക്ക് മോനൂട്ടന് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനകത്ത് എന്തോ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവന് പനിയുള്ള ദിവസം ഞാൻ ആലോചിക്കാറുണ്ട്, ഈശ്വര വർക്കുകളൊന്നും വരില്ലേന്ന്. കാരണം വർക്കുകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, പിന്നെ ഭയങ്കര ടെൻഷനാവും കേട്ടോ. പിന്നെ എൻ്റെ കവിളിൻ്റെ സൈഡിൽ കുറച്ച് പാടുകൾ വന്നേ കപ്പലണ്ടിയൊക്കെ തിന്നിട്ട്. അപ്പോൾ അതിങ്ങനെ വെച്ച് പീൽ ചെയ്ത് കുറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് തളിര് പേരയിലയും മഞ്ഞളും കൂടെ അരച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉച്ചക്കെട്ട് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയൊന്നും വേണ്ട. രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെയാണ് കെട്ടുന്നത്, അല്ലെങ്കിൽ പകുതി മുടി വസുവിൻ്റെ കയ്യിരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ചറ്റാ.